ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ടും ആലോചിക്കണം കാര്യങ്ങൾ. കാരണം ഇപ്പോൾ എവിടെ വെച്ചാലും സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ലാൻഡ് കൊടുക്കുന്നത്. ലാൻഡ് കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. ഇപ്പം ലാൻഡാണല്ലോ പ്രധാനപ്പെട്ട വിഷയം. അല്ല, അതിലൊരു രാഷ്ട്രീയ ദുരുദ്ദേശമില്ല. കാരണം ഇത് എനിക്കൊന്നൊരു 10-15 വർഷമായി എയിംസിൻ്റെ വിഷയം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എവിടെയാണ് ലാൻഡ് എന്നുള്ളത് പ്രശ്നമുണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ലാൻഡ് കൈമാറേണ്ടത്. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് എളുപ്പം ചെയ്യാൻ കഴിയാവുന്നൊരു കാര്യം, കോഴിക്കോട് കിനാലൂർ അവിടെ കയ്യിൽ 150-160 ഏക്കർ ഭൂമിയുണ്ട്. അതുകൂടെ 100 ഏക്കർ ഭൂമി എക്വയർ ചെയ്താൽ മതി. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് വളരെ ആലോചിച്ചിട്ടാണ് ഒരുപാട് നിർദ്ദേശങ്ങളൊന്നും. പക്ഷെ മലബാറിൻ്റെ പൊതുവെയുള്ള പിന്നോക്കാവസ്ഥ ആരോഗ്യരംഗത്തെ അതിന് മാറ്റം വരാൻ ഈ എയിംസ് കിട്ടിയാൽ വലിയ അനുഗ്രഹമായിരിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ഗവൺമെൻറ് ഈ ഒരു തീരുമാനമെടുത്തത്. സംസ്ഥാന ഗവൺമെൻറ് സെൻട്രലിൽ എഴുതുകയും ചെയ്തു. 150-160 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അറിയിച്ചു. 100 ഏക്കർ അക്വിസിഷൻ ഏറെക്കുറെ പൂർത്തിയാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും പൊതുവിലുള്ള ഒരു അഭിപ്രായ രൂപീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് കിനാലൂർ എന്ന ആശയം വന്നിട്ടുള്ളത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്തടിസ്ഥാനത്തിൽ പറഞ്ഞു എനിക്കറിയില്ല. ഏതായാലും ഞാൻ ഡൽഹിയിൽ വെച്ച് അദ്ദേഹത്തെ കാണുന്നുണ്ട്. അദ്ദേഹവുമായി സംസാരിക്കും. അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ തെറ്റിദ്ധാരണുണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കും. പക്ഷെ പൊതുവിലുള്ള ഒരു ആവശ്യം കോഴിക്കോട് കിനാലൂരാണ്. എല്ലാവരുടെ ആവശ്യമാണ്. ഒരു രാഷ്ട്രീയ ദുരുദ്ദേശവുമില്ല. എനിക്കൊന്ന് മലബാറിലെ ഏറെക്കുറെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും കിനാലൂരിൽ വരണം എന്നാണ് അഭിപ്രായമുള്ളത്. ഞാൻ പലരുമായി സംസാരിച്ചതാണ്. എല്ലാവരും ഏക അഭിപ്രായമാണ് കാര്യത്തിൽ. ഈ വികസന സന്തുലിതാവസ്ഥ നിലവിലുണ്ട്. ഇപ്പോൾ വയനാട് നോക്കുകയാണെങ്കിലും കാസർഗോഡ് നോക്കുകയാണെങ്കിലും ഒക്കെ വയനാട്ടിൽ തന്നെ നമുക്കറിയാം മെഡിക്കൽ കോളേജിൻ്റെ ഒരു അവസ്ഥ നിലവിലാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അത്തരം ഒരു സ്ഥലത്ത് വരുന്നതിനപ്പുറത്തേക്ക് കോഴിക്കോട് നമുക്കറിയാം നിരവധി ഹോസ്പിറ്റലുകൾ പ്രൈവറ്റ് സെക്ടറിൽ പോലും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയും കൂടി പരിഗണിച്ചൂടെ? വയനാട് ഇപ്പോൾ 2 മെഡിക്കൽ കോളേജുണ്ട്. ഒന്ന് ഗവൺമെൻറ്റും ഉണ്ട്, ഒന്ന് എനിക്കൊന്ന് ഡോക്ടർ ആസാദ് മൂപ്പൻ്റെ ബോർഡ് മാത്രമേ ഉള്ളൂ. മെഡിക്കൽ കോളേജായിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജായിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അവിടെ പ്രിൻസിപ്പളുണ്ട്, സൂപ്രണ്ടുണ്ട്, സ്റ്റാഫൊക്കെ ഉണ്ട്. സ്റ്റാഫിന് എണ്ണം കുറവുണ്ടാവും. അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതുണ്ട്. സ്റ്റാഫിന് എണ്ണം കുറവുണ്ട്. ഇപ്പം PMSSY കോഴിക്കോട് യാഥാർത്ഥ്യമായി. പക്ഷേ അന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ഗവൺമെൻറ് ഓഫ് കേരളവും തമ്മിലുള്ള ഒരു MOU ഉണ്ട്. അതിനാവശ്യമായിട്ട് എല്ലാ സ്റ്റാഫിനും ഞങ്ങൾ നിയമിക്കുന്നു. 126 സ്റ്റാഫുകൾ വേണമെന്ന് എനിക്ക് തോന്നി. ഇതുവരെ ഒന്നും ചെയ്തില്ല. അപ്പോൾ സ്റ്റാഫിൻ്റെ അല്ല. ഇതിൻ്റെ വിഷയം എന്ന് വെച്ചാൽ കാസർഗോഡ് നമുക്കറിയാം വിഷയം. ഇപ്പോൾ എൻഡോസൾഫാൻ പോലുള്ള വന്നിട്ട് പോലും അവർക്കൊരു ചികിത്സാ സഹായം കൃത്യമായി കിട്ടുന്നില്ല. അവിടെ ടാറ്റ വന്നിട്ടാണ് ഇപ്പം കോവിഡിൻ്റെ സമയത്ത് ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കി പോയത്. വയനാട് മധുരമാണ്. അപ്പോൾ ഇത്തരം ഒരു എയിംസ് പോലുള്ള ഒരു വലിയ പദ്ധതി വരുമ്പോൾ അത്തരം സാധ്യതകൾ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതല്ലേ? അല്ല, എല്ലാം ആലോചിച്ചിട്ടാണ്. മനസ്സിലാക്കേണ്ട വിഷയമാണ്. എയിംസ് ഒരു സ്ഥലത്തിലേ വെക്കാൻ പറ്റുമോ? എല്ലാ സ്ഥലത്തും എയിംസ് സ്ഥാപിക്കാൻ കഴിയില്ല. എല്ലാം ആലോചിച്ചിട്ടാണ് സംസ്ഥാന ഗവൺമെൻറ്റും മറ്റ് ആളുകളും. ഇതിന് ലാൻഡ് ഒരു വിഷയമാണ്. നമുക്ക് പറയാൻ എളുപ്പമാണ്. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ലാൻഡ് കൊടുക്കേണ്ടത്. കാസർഗോഡ് ലാൻഡ് ഇഷ്ടംപോലെ ഉണ്ട് കൊടുക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞത് സ്റ്റേറ്റ് ഗവൺമെൻറ് എല്ലാം ആലോചിച്ചിട്ടാണ് ഈ കിനാലൂർ ഇങ്ങനെ ലാൻഡ് അവിടെ ഗവൺമെൻറ് കിൻഫ്രയുടെ കയ്യിലുണ്ട് ഇത് കൊടുക്കാൻ തീരുമാനിച്ചത്. അത് ഏറെക്കുറെ മുന്നോട്ട് പോയി. ഇപ്പോൾ നമ്മൾ പറഞ്ഞതിനപ്പുറത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥന്മാർ അവിടെ വന്നു, സ്ഥലം പരിശോധിച്ചു. അവർ സാറ്റിസ്ഫൈഡാണ്. എല്ലാ റിപ്പോർട്ടും കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അതിനൊരു തർക്കത്തിൻ്റെ വിഷയമില്ല. അപ്പം ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ടും ആലോചിക്കണം കാര്യങ്ങൾ. കാരണം ഇപ്പോൾ എവിടെ വെച്ചാലും സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ലാൻഡ് കൊടുക്കുന്നത്. ലാൻഡ് കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. ഇപ്പം ലാൻഡാണല്ലോ പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെ വന്നാൽ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇതൊക്കെ ഇവിടെയുണ്ട്. ആ 2 ജില്ലകളിൽ കൂടി പരിഗണനയിൽ കേന്ദ്ര സർക്കാരിൻ്റെ വന്നാൽ അതിനെ സംസ്ഥാന സർക്കാരും MP എന്ന നിലയിൽ താങ്കളും അല്ല, ഞാൻ പറഞ്ഞല്ലോ, നിലവിലൊരു തീരുമാനം, ഒരു നടപടിക്രമം ഉണ്ടായിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിലാണ് ഇതുവരെ പോയിട്ടുള്ളത്.
ഞാൻ പറഞ്ഞത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികൾ കോഴിക്കോട് വന്നു, കിനാരൂരിൽ പോയി, അവർ തൃപ്തരാണെന്ന് അറിയിച്ചു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഒഫീഷ്യലി അത് അംഗീകരിച്ചിട്ടില്ല ലാൻഡ് കേന്ദ്ര സർക്കാർ. ഇത് കോഴിക്കോട്ടെ അല്ല, പൊളിറ്റിക്കൽ ഡിസിഷനാണ് ഇനി വരുന്നത്. ഞാൻ പറഞ്ഞത് ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനമാണ് വരേണ്ടത് ഈ കാര്യത്തിൽ.